ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു വ്ളോഗ് നമ്പർ 3. ഇന്നലെ സൺഡേ ആയിരുന്നു, നമ്മളപ്പോൾ വ്ളോഗൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ വീക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഉറക്കം എണീറ്റിട്ടുള്ളൂ. ഇന്നിപ്പോൾ തീർച്ചയായിട്ടും ഒരു മോർണിംഗ് വ്ളോഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ എനിക്കിനി കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസൊക്കെ ഇടണം, കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടെന്ന് ഇവിടെ എൻ്റെ ചെറുത് കിടന്ന് കൂടുണ്ട് കേട്ടോ. അതാണ് ഒരു ചെറിയൊരു റഷ് വന്നത്. അപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ ഞാൻ വിചാരിക്കുമ്പോൾ എന്നെ മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, എന്നെ പിടിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത, അതായത് ഇടണം എന്നാലും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചാലും പറ്റാത്തതിൻ്റെ ഒരു സാഹചര്യം വന്നിട്ട് എൻ്റെ ചില ഇൻസെക്യൂരിറ്റീസ് ആണ് കേട്ടോ. ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. അതായത് ചില കാര്യങ്ങൾ നമ്മളതിൽ ഭയങ്കരമായിട്ട് ബോധേഡാവും. അതുള്ള കാരണം അത് മനുഷ്യ സഹജമാണ്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുക എന്നുള്ളത്. അതിനെ ഓവർകം ചെയ്യാനാണ് ഞാൻ ഇനി ശ്രമിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ചില ഇൻസെക്യൂരിറ്റീസ് നമ്മൾ ഭയങ്കരമായിട്ട് ബോധറിയും. അത് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നും അല്ലേ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി എൻ്റെ ഫേസിലെ പിമ്പിൾസും കറുത്ത പാടുകളൊക്കെയാണ് കേട്ടോ. മെയിൻ ഇൻസെക്യൂരിറ്റീസിൽ ഒരെണ്ണം. അതായത് എൻ്റെ ഒരു ടീനേജ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ പിമ്പിൾസും. പക്ഷേ അതങ്ങനെ എൻ്റെ കൂടെ എങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഒരുപാട് ബോധർ ചെയ്യാണ്ടിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഞാനും ഇതിനെ പറ്റിയിട്ട് പഠിച്ചു വരുന്ന മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ ഞാനത് ഓവർകം ചെയ്യാം എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. പിമ്പിൾസും കറുത്തപാടുകളും ഒക്കെ ഉള്ള എത്രയോ പേര്, നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സും അല്ലെങ്കിൽ എത്രയോ പേര് നന്നായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നവരുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കണ ഒരു ചോദ്യമാണത്. ഞാനിങ്ങനെ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ക്യാമറയിൽ നോക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ചില ഒരു ഇൻസെക്യൂരിറ്റീസ് നമുക്ക് ഉണ്ടായിരിക്കില്ലേ. അടുത്താണ് അത് നമ്മളെങ്ങനെ ഓവർകം ചെയ്യണമെന്നാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരിങ്ങനെ എന്തെങ്കിലും നമ്മൾ മനുഷ്യരല്ലേ, അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് ഒരുമിച്ച് തന്നെ ഓവർകം ചെയ്യാം. എൻ്റെ ചുറ്റും പിള്ളേർ നിൽക്കുകയാണ്, അതാണ് ഞാൻ വീഡിയോ തിരിച്ച് മുറിച്ചൊക്കെ പിടിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സംഭാരം ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ പിള്ളേർക്കും നമുക്ക് കിടക്കി എടുത്ത് കുടിക്കാനോ നല്ലൊരു റിഫ്രഷ്മെൻറ്റും കൂടിയല്ലേ ഇത് കുടിക്കണം. കാണിച്ചാൽ എങ്ങനെയുണ്ടാവും. ഈ കടുത്ത ചൂടായതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഡെയിലി ഇങ്ങനെ എന്തെങ്കിലും ഒരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സംഭാരം ഉണ്ടാക്കാം. ഇത് ഇന്നലെ ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഒരു കവർ കറിവേപ്പിലയാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അടുക്കളയിൽ വേറെ എന്ത് സാധനങ്ങളില്ലേ, കറിവേപ്പില ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അത് കഴിഞ്ഞ് നമുക്ക് തൈര്, നല്ല കട്ടി തൈര്, അതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ഒഴിച്ചെടുത്ത് മിക്സിയിൽ നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക. നല്ല റിഫ്രഷ്മെൻ്റായ നല്ല എനർജറ്റിക്കായ സംഭാരം റെഡിയായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പണികളുണ്ടായിരുന്നു. ചോറും നമ്മൾ സാമ്പാറൊക്കെയാണ് വയ്ക്കുന്നത്. അപ്പോൾ പണികളൊക്കെ കഴിയുമ്പോൾ തന്നെ അടുക്കള ഓൾറെഡി അലങ്കോലമാവുമല്ലോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുക്കി ഇറക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഫ്രഷ് ആവാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് കാണും വരയ്ക്കും. ബൈ.